CPM പ്രതിനിധി കൂടിയുണ്ട്. നമസ്കാരം. എന്താണ് മൊത്തത്തിൽ ഇവിടുത്തെ ഒരു സാധ്യത? തോമസ് ഐസക് ആന്റോ ആന്റണിയുമായി മത്സരിക്കുമ്പോൾ അനിൽ ആന്റണി ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ട് വന്ന് വോട്ടൊക്കെ പിടിച്ചുകൊണ്ട് പോവോ? ഇവിടെ നമ്മൾ കേട്ടത് 2,97,000 വോട്ടാണ് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ പിടിച്ചത്. 3 ലക്ഷം കടക്കും, 3.5 ഉണ്ട്, ചിലപ്പോൾ ജയിച്ചേക്കുമെന്നാണ് പറയുന്നത് BJP. പത്തനംതിട്ട മണ്ഡലം ഒരു ഇടതുപക്ഷ മനസ്സുള്ള മണ്ഡലമാണ്. എന്നിട്ടാണോ ആന്റോ ആന്റണി 3 തവണ പാർലമെന്റിൽ അയച്ചത്? പറയട്ടെ, 7 അസംബ്ലി മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരാണ് ഇപ്പൊ ഭരിക്കുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇടതുപക്ഷ മനസ്സുള്ള പത്തനംതിട്ടയിൽ സഖാവ് TM തോമസ് ഐസക് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒന്നാമത്തെ കാര്യം സ്ഥാനാർത്ഥിയുടെ മികവാണ്. ഈ 3 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ജനം പരിശോധിക്കും. ഈ നാടിന്റെ പൊതുവികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തില്, കേരളത്തിന്റെ പൊതുവികസനം എങ്ങനെയായിരിക്കണമെന്നുള്ള കാര്യത്തില് ഒക്കെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ആളാണ് സഖാവ് ഡോക്ടർ തോമസ് ഐസക്. തന്നെയാണ് എവിടെ ഇരിക്കട്ടെ, കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. ED എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെന്റ്, BJP ഗവൺമെന്റ്, BJP ഇതര രാഷ്ട്രീയ പാർട്ടികളെ വേട്ടയാടുന്ന സമീപനം ഒറ്റ സംശയമായിട്ടുണ്ട്. ഇതിപ്പോ സമൻസ് കൊടുത്തിട്ട് ഇന്നിപ്പോ കോടതിയിൽ നിന്ന് അനുകൂല പരാമർശം ഇല്ലെങ്കിൽ ചിലപ്പോൾ അറസ്റ്റിനുള്ള സാധ്യതയുണ്ട്. അറസ്റ്റിലായ നിങ്ങൾ എങ്ങനെ പ്രതിഷേധിക്കും? അറസ്റ്റിൽ ആവുമോ ഇല്ലയോ എന്നുള്ളത് കോടതിയുടെ വിധി വരട്ടെ. വിധി വരുമ്പം പ്രതികരിക്കും, ജനങ്ങൾ പ്രതികരിക്കും അതിനെ സംബന്ധിച്ച്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി നിങ്ങൾ മാറ്റുന്നു. EDക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്ന തോമസ് ഐസക് ഈ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തു തന്നെ നാടിന്റെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പശ്ചാത്തല മേഖലയിലെല്ലാം തന്നെ, സേവന മേഖലയിലടക്കം വലിയ തോതിലുള്ള വികസന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമാണ്. റിസർവ് ബാങ്കിന്റെ എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ് ഈ ഫണ്ട് സമാഹരിച്ചത്. കാര്യം ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് നമ്മൾ പട്ടിണിയിലായത് എന്നാണ് തുടർച്ചയായിട്ട് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഈ വികസന കാര്യത്തിൽ കോൺഗ്രസിനും BJPക്കും കേരളത്തിൽ നടക്കുന്ന വികസന കാര്യത്തിൽ തുടർന്നും LDF ഇവിടെ അധികാരത്തിൽ വരുമെന്നുള്ള രാഷ്ട്രീയ പേടിയാണ് അവരുടെ. രാഷ്ട്രീയ പരിഭ്രാന്തിയാണ് അവര്. അതിന്റെ ഭാഗമായിട്ട് ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ ജയിക്കും, ഈസിയായിട്ട് ജയിക്കും. അങ്ങനെയാണോ ട്രെൻഡ്? ഇപ്പോ എത്രയാ? ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ നോക്കിയാൽ മതി എന്നാണല്ലോ കോൺഗ്രസ് പറയുന്നത്. ആണോ? അങ്ങനെ സാധ്യതയുണ്ടോ തോമസ് ഐസക്? അടിയൊഴുക്കുണ്ടോ? ഒടിയൊഴുക്കൊന്നുമില്ല. എന്നാ ചെറിയൊരു വിഷമമുണ്ടല്ലോ. ഇല്ല, അടിയൊഴുക്കുണ്ടോ? അടിയൊഴുക്കില്ല. അപ്പം ഒറ്റ കാര്യം ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് ഒരു വാർത്ത കൂടി എടുത്തിട്ട് വരണം തിരുവനന്തപുരത്ത്. അപ്പം മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. എനിക്ക് തോന്നുന്നു തൃശ്ശൂരിനേക്കാൾ കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി പത്തനംതിട്ട മാറുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അപ്പൊ കിഫ്ബി എന്നൊക്കെ പറഞ്ഞു തന്നെയാണോ നിങ്ങളും പ്രചരണം നടത്തുന്നത്, അനിൽ ആന്റണിയൊക്കെ? അല്ല, ഞങ്ങൾക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആ കാര്യങ്ങളിലേക്കൊക്കെ വരാം. ഒരുപാട് പ്രതികരണങ്ങൾ നമുക്ക് എടുക്കാനുണ്ട്. പ്രതികരിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മൾ പാട്ടുണ്ട്. എന്തൊരു വാചകം? പന്തളം നഗരസഭയ്ക്ക് കിഫ്ബിയിൽ നിന്നും 12 കോടി റുപ്യ അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ്. ആ പൈസ വേണ്ടെന്ന് വെക്കൂ? ഒരിക്കലും ഞങ്ങളത് പറഞ്ഞിട്ടില്ലല്ലോ. വേണ്ടത് പറഞ്ഞിട്ടില്ല. കിഫ്ബിയെ കുറിച്ച് BJP തെറ്റായ പ്രചരണം നടത്താറില്ല, അല്ലേ? ഈ കിഫ്ബിയിൽ നിന്ന് പൈസ കിട്ടില്ല, പന്തളം നഗരസഭയ്ക്ക് അനുവദിക്കില്ല എന്ന് പന്തളത്തെ LDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ഞങ്ങളുടെ ബജറ്റിൽ പോലും വളരെ കളിയാക്കി പറഞ്ഞതാണ്. കിഫ്ബിയിൽ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നു. 12 കോടി ഉണ്ട്. അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ എല്ലാ നഗരസഭകൾക്കും പുതുതായി വന്ന എല്ലാ നഗരസഭകൾക്കും അനുവദിച്ച ഫണ്ട് ഞങ്ങൾക്ക് അതിന്റെ പിതൃത്വം തോമസ് ഐസക്കിന് കൊടുത്തേക്കാണ്. അതിന്റെ പിതൃത്വം ഇപ്പൊ ഏറ്റെടുത്തേക്കാണ്. രസകരമായ കാര്യമാണ്.